ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലെ. രേണു സുധി ബിഗ് ബോസിൽ പോകുന്നു. സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞു. ബിഗ് ബോസിൽ പോയി ഇനി ഇപ്പോൾ ലക്ഷങ്ങളുമായിട്ട് തിരിച്ചു വരും. അപ്പോൾ അലൻ ജോസ് പെരേരയും പ്രതീഷും തമ്മിൽ അടി നടന്നത് എന്തിനായിരുന്നു? രേണു സുധിയെ ബിഗ് ബോസിൽ പറഞ്ഞു വിടണ്ട എന്നാണ് അവരുടെ രണ്ടുപേരുടെയും തീരുമാനം. ഈ സംവിധായകര് 3-4 സംവിധായകരാണ് ഇവളെ വളർത്തിക്കൊണ്ട് വന്നത്. ഇനിയിപ്പോ ആൽബത്തിലും ഒന്നും കാണില്ല. ഇനി അടുത്തത് സിനിമ ആയിരിക്കും, ബിഗ് സ്ക്രീൻ സിനിമ. ഏറ്റവും വലിയ സംവിധായകന്റെ കൂടെ മമ്മൂട്ടിയുടെയോ മോഹൻലാലിന്റെയോ നായികയായിട്ട് തന്നെ വരട്ടെ. പച്ച പിടിച്ച് പൊക്കോട്ടെ അല്ലേ, വല്ല കാശും കിട്ടി മുകളിലോട്ട് പോട്ടെ. അന്നും എൻ്റെ മോന് ബുക്കും പേനയും ബാഗും ഒന്നും വാങ്ങാൻ കാശില്ല എന്ന് പറയില്ലായിരിക്കും. പഠിച്ചതല്ലേ പാടൂ. കഴിഞ്ഞ ദിവസം ഒരു തട്ടിപ്പുമായാണ് രേണു സുധിയും പ്രതീഷും കൂടി വീഡിയോ ചെയ്തിരിക്കുന്നത്. 500 രൂപ കൊടുത്ത എല്ലാ സൗകര്യങ്ങളോടും കൂടിയ 3 ബെഡ്റൂം വീടാണ് ഓഫർ. 500 രൂപ മെഗാ നറുക്കെടുപ്പ്. 2ാം സമ്മാനം കാറാണ്, 3ാം സമ്മാനം ബൈക്ക്, 4ാം സമ്മാനം സ്വർണക്കോയി. അങ്ങനെ നീളുന്ന പട്ടികകൾ. ഇത് പാണ്ടിക്കാട് കുഞ്ഞൻ ചെയ്യിച്ചതാണ്. പാണ്ടിക്കാട് കുഞ്ഞന്റെ നറുക്കെടുപ്പൊക്കെ പിടിച്ചു പോയ ശേഷം ഒരിക്കൽ ഒരു മാധ്യമത്തിൽ, ഓൺലൈൻ മാധ്യമത്തിനോട് പാണ്ടിക്കാട് കുഞ്ഞൻ പറഞ്ഞൊരു കാര്യമുണ്ട്. സുധിയെ പറ്റി പാണ്ടിക്കാട് കുഞ്ഞനോട് ചോദിച്ചപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞൻ പറഞ്ഞത്, രേണു സുധി ആ ഒരു കുട്ടിയല്ലേ, അവളെ ജീവിച്ചു പോയിക്കോട്ടെ. ജീവിച്ചു പോകാനുള്ളൊരു വരുമാന മാർഗമാക്കിയിട്ട് രേണു സുധിയെ കൂടി അവൻ ബൂസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പാണ്ടിക്കാട് കുഞ്ഞൻ. അതിനുശേഷമാണ് രേണു സുധിയും പ്രതീക്ഷയുള്ള ഒരു വീഡിയോ. വാ കാണാം. ഒരു ദീവാൻ കോട്ട് കിടപ്പുണ്ട്, അതിൻ്റെ അടുത്ത് നിന്നിട്ട് പറയുന്നത് ഇതൊരു ബെഡ്റൂം, അടുത്ത് 2 ബെഡ്റൂം അപ്പുറത്തുണ്ടെന്ന്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇല്ല. ഇത് കിച്ചൺ, ഇത് കിച്ചണാണ് കേട്ടാ. ഇത് എൻ്റെ കിച്ചണാണ്. രേണു സുധിൻ്റെ പടത്തിലെ കിച്ചണല്ല കേട്ടാ, ഇതെൻ്റെ കിച്ചണാണ്. നീ എന്തായാലും ഷോർട്ട് ഫിലിമിലും ആൽബത്തിലും അഭിനയിച്ച് നിനക്ക് അത്യാവശ്യം കാശൊക്കെ കിട്ടുന്നുണ്ട്. ഓരോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെയും ഇപ്പം തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് രേണു സുധി. അഭിനയിക്കാൻ പോയിക്കോ, അഭിനയിച്ചോ, കാശ് കിട്ടുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിത മാർഗമാണ്, അത് നീ മുന്നോട്ട് കൊണ്ടുപോയിക്കോ. പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യേണ്ടെന്നൊന്നും, ചെയ്യുന്നവരെ തെറി വിളിക്കാനൊന്നും രേണു സുധി വരേണ്ട ആവശ്യമില്ല. യൂട്യൂബിൽ ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുണ്ട്. പ്രതീഷ് പെരേര രേണു സുധി ബെസ്റ്റ് കോമ്പിനേഷൻ എന്നാണ് പറഞ്ഞത്. കോഴിക്കോട് മാളിൽ പോയിട്ട് എടുത്ത വീഡിയോ കണ്ടിട്ടുണ്ട്. അതൊക്കെ സാധാരണമായിട്ട് ഇപ്പോൾ അവിടെ പോയി, അവിടെയല്ലേ അവർ വിളിച്ചതിന് അവരെ ഇപ്പോൾ ഒരു മാൾ ഉദ്ഘാടനമുള്ള ദിവസം ഇങ്ങനെയുള്ള പുതിയ പുതിയ ആൾക്കാരെയൊക്കെ വിളിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ രേണു സുധിക്ക് അടുത്ത അവാർഡ് കൊടുക്കുന്നതായിരിക്കും. ഇപ്പൊ കൊടുത്തിരിക്കുന്നത് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ റിയാസാണ് കൊടുത്തിരിക്കുന്നത്. ബെസ്റ്റ് ക്രിയേറ്ററിനുള്ള അവാർഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ബെസ്റ്റ് ക്രിയേറ്റർ അവാർഡ് കരസ്ഥമാക്കിയ രേണു സുധി കോഴിക്കോട് ദാസൻ. പ്രായമായ അച്ഛനെയും അമ്മയെയും മോനെ നോക്കാൻ നിർത്തിയിട്ട് പാലക്കാട് ഷൂട്ടിലാണ് രേണു സുധി. ഏറ്റവും കൂടുതൽ കാണുന്നത് രേണു സുധിയുടെയും ദാസന്റെയും, രേണു സുധിയുടെയും പ്രതീഷ്, രേണു സുധി, അലൻ ജോസ് പെരേര, രേണുവിൻ്റെ 3 നായകന്മാർ. എനിക്ക് നന്നേക്കാൾ മുന്നേ സുധിയെ അറിയാം. നന്ദി, നമസ്കാരം.